വിഷയമല്ല. ഇന്ന് മുജാഹിദുകൾക്കിടയിൽ പലവിധത്തിലുള്ള വസ്വാസുകളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കി തൗഹീദിൽ അടിയുറച്ച് നിന്ന ആളുകൾക്കിടയിൽ പോലും തൗഹീദിന്റെയും ശിർക്കിന്റെയും വിഷയത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ഈ സമൂഹത്തെ പിഴപ്പിക്കുവാൻ, തൗഹീദിൽ ഉറച്ചു നിന്നൊരു സമൂഹത്തിന്റെ മനസ്സിൽ തൗഹീദിന്റെ കാര്യത്തിൽ ഇളക്കം തെറ്റിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നപ്പോൾ വേണ്ട, ആ തരത്തിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലോ ഒരു അബദ്ധധാരണകളോ ആർക്കും വേണ്ടതില്ല. വിഷയങ്ങൾ പറയാം, ചർച്ച ചെയ്യാം, വേദിയുണ്ട്. ദൗറയിൽ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ദൗറ നടത്തി. ആ ദൗറ നടത്തുമ്പോൾ സാധാരണക്കാർ, ഒന്നും അറിയാത്തവർ വന്നിരിക്കുന്നുണ്ട്. എൽമുള്ള ആളുകൾ അല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ, ഖുത്ബ പറയുന്ന ആളുകൾ, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനെ ദഅവാരംഗത്തുള്ള ആളുകൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ദൗറയിൽ സാധാരണക്കാർ വന്നിരുന്നു. എന്നിട്ട് അവർ പലതരത്തിലും അവരാണ് പിന്നെ പണ്ഡിതന്മാരായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും ഉത്തരം പറയേണ്ടി വരുന്നതും. എന്നാലും നമ്മുടെ പ്രവർത്തകരാണ്, അവരെ പരിഗണിച്ചു അനുഭാവപൂർവ്വം. ഒരാളുടെയും എൽമ് അളന്നിട്ട് അയാളെ ആ രൂപത്തിലാക്കി ഒരാൾ മൗലവി ഇയാൾ പണ്ഡിതൻ അങ്ങനെ ആക്കേണ്ടത് എന്ന നിലക്ക് തന്നെ അതും പരിഗണിച്ചു. അങ്ങനെ അതിനുശേഷം ഇസ്തിആനത്തും ബിൽ ജിന്ന് ചർച്ച ചെയ്തു, ഇസ്തിഗാഥ ചർച്ച ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് താഹ സാഹിബ് ഒരിക്കൽ വൈകാരികമായി എഴുന്നേറ്റ് ആ ദൗറയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത്, റുഖിയ്യ ശർഇയ്യയിൽ കുറെ അബദ്ധങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് എനിക്ക് അവതരിപ്പിക്കാൻ സമയം തരണം എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റ് പറഞ്ഞത്, അടുത്ത ദൗറയിൽ എങ്കിൽ റുഖിയ്യ ശർഇയ്യ ആയിക്കോട്ടെ. താഹ സാഹിബിന്റെ ആവശ്യം മാനിച്ചുകൊണ്ട് അടുത്ത ദൗറയിൽ റുഖിയ്യ ശർഇയ്യ ആയിക്കൊള്ളട്ടെ എന്ന് പറയുകയും, കഴിഞ്ഞ ദൗറയിൽ ഇവിടെ വെച്ചുകൊണ്ട് റുഖിയ്യ ശർഇയ്യ എന്ന വിഷയം ചർച്ച വരികയും അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാരല്ലാത്തവരും പണ്ഡിതന്മാരും വന്നിട്ടുണ്ട്. ഈ കേരളക്കരയിൽ ദഅവത്ത് നടത്തുന്നവർ വന്നിട്ടുണ്ട്, പ്രസംഗിക്കുന്നവർ വന്നിട്ടുണ്ട്, ഖത്തീബുമാർ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അത് അവതരിപ്പിച്ചപ്പോൾ രാവിലെ ഞാൻ ഈ പുസ്തകത്തിൽ റുഖിയ്യ ശർഇയ്യയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം പല ആളുകളും അത് വായിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വായിച്ച് കേൾപ്പിക്കുകയും, അതിനുശേഷം ഈ 14 പേജോളം വരുന്ന ഈ അഡ്രസ് ഇല്ലാത്ത ഈ ആരോപണം മാത്രം ഉന്നയിച്ചുകൊണ്ട് ഒരു നസീഹത്തുമില്ലാതെ ഈ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച ഈ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾക്ക് അക്കമിട്ടുകൊണ്ട് 1-2